എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ എക്സിക്യൂട്ടീവ് ടവർ അത് കാണിക്കുകയാണ്. അവിടേക്ക് റൈസോ വന്ന് കവമട്സുവിന്റെ സ്ക്വാഡും അതുപോലെ തന്നെ അവനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെയിന്റെ കീയും അതെല്ലാം തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം വാർഡനും അവിടെയുള്ള സോൾജിയേഴ്സും എല്ലാവരും അവിടേക്ക് എത്തുകയാണ്. അവരാണെങ്കിൽ റൈസോയെ കണ്ട് ഷോക്കാവും. ഓ നോ, അപ്പൊ നീയാണല്ലേ ഇവിടേക്ക് കയറി പറ്റി ഈ മോഷണങ്ങളെല്ലാം നടത്തുന്നത്. ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ല എന്ന് പറയും. പക്ഷെ റൈസോ ആണെങ്കിൽ ആ ഗ്യാപ്പിൽ പുറത്തേക്ക് അങ്ങനെ ചാടി വരികയാണ്. വാർഡനാണെങ്കിൽ നിലവിളിച്ച് പറയും, ഒരു കാരണവശാലും നീ രക്ഷപ്പെട്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല, തീർച്ചയായിട്ടും നിന്നെ കൊല്ലൂന്ന് പറഞ്ഞ് ഒരുപാട് സ്ക്വാഡൊക്കെ എടുത്ത് റൈസോയ്ക്ക് നേരെ പാഞ്ഞടുക്കും. നമ്മുടെ റൈസോ അവനൊരു നിഞ്ചയാണ്. ഒരുപാട് ടെക്നിക്സും ട്രിക്സും ഒക്കെ അവനറിയാം. കട്ട് ചെയ്താ ഇവിടെ കവമട്സുവിന്റെ മുൻപിൽ ഒരുപാട് സോൾജിയേഴ്സ് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവരാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ അവനോട് പറയും, നീ വലിയൊരു വീരനാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ സീപ്രസൻ സ്റ്റോണ് അതുപയോഗിച്ചിട്ടുള്ള ആ ഒരു ചെയിൻ ഉപയോഗിച്ചാണ് നിന്നെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ മുൻപിൽ ഒരു ചെറിയ കുട്ടി മാത്രമാണ്. എളുപ്പത്തിൽ വളരെ ഈസിയായി ഞങ്ങളെ കൊണ്ട് നിന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവർ സ്ക്വാഡൊക്കെ കറക്കി അവന്റെ മുൻപിൽ നിൽക്കുകയാണ്. പക്ഷെ ആ സോൾജിയേഴ്സ് ആണെങ്കിൽ പരസ്പരം പറയും, അവന്റെ കയ്യിൽ മീൻമുള്ളോ മറ്റെന്തെങ്കിലും ആയുധമൊക്കെ കാണും, നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കട്ട് ചെയ്ത ഇവിടെ ഒരു ലേഡി ആണെങ്കിൽ കൈ നിറയെ സ്ക്വാഡുമായിട്ട് റൈസോയ്ക്ക് നേരെ പാഞ്ഞടുക്കും. റൈസോ ഒരു നിഞ്ചയാണ്, അതുകൊണ്ട് തന്നെ അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് അവൻ സിമ്പിളായിട്ട് അവളെ കൺഫ്യൂസ് ചെയ്യും. ഇവിടെ സോൾജിയേഴ്സ് എല്ലാവരും ചേർന്ന് ഇപ്പൊ റൈസോയ്ക്ക് നേരെ ഒരുപാട് ഷുരിങ്കൻസും കത്തികളൊക്കെ വലിച്ചെറിയാണ്. ആ പെണ്ണ് അവള് നല്ല ഫോഴ്സിൽ കറങ്ങി വന്ന് റൈസോടെ ഓരോരോ ക്ലൗൺസുകളെ ആയിട്ട് ആഞ്ഞു വെട്ടും. അതിനിടയിൽ റിയൽ റൈസോയ്ക്കും പരിക്ക് പറ്റുകയാണ്. ആണെങ്കിൽ വേദനിച്ച് ഉച്ചത്തിൽ നിലവിളിക്കും. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ വീണ്ടും നിർത്താതെ അവനെ അറ്റാക്ക് ചെയ്യും. അതേസമയം സെല്ലില് ആ സോൾജിയേഴ്സ് അടുത്തു വരേണ്ട താമസം അവൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന മുള്ള് അത് 4 പേർക്ക് നേരെ ആഞ്ഞു തുപ്പും. അവരുടെ ഓരോരോ ഭാഗത്തായിട്ട് അത് കുത്തിയിറങ്ങി വേദന കൊണ്ട് പിടഞ്ഞ് അവരെങ്ങനെ നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത റൈസോ ആണെങ്കിൽ ഒരു പ്രത്യേകതരം ബോംബ് അതുപയോഗിച്ച് അങ്ങനെ അവൾക്ക് മുൻപിൽ നിന്ന് ഇൻവിസിബിൾ ആവുകയാണ്. അവളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി അവിടെ മുഴുവൻ അന്വേഷിക്കും. റൈസോയുടെ പൊടി പോലും അവിടെ കാണാനില്ല. അതേസമയം ഇവിടെ ആ സോൾജിയേഴ്സിന് പേടി അങ്ങനെ കൂടി വരും. കാരണം വാർഡൻ പറഞ്ഞത് അവനെ കൊന്നുകളഞ്ഞ് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം എന്നാണ്. പക്ഷെ അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അവൻ മുള്ളു വെച്ച് അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. സോ ഇനി വേറെ വഴിയില്ല. ആരും മടിച്ചു നിൽക്കാതെ അവിടെയുള്ള എല്ലാ സോൾജിയേഴ്സും ചേർന്ന് ഒറ്റക്കെട്ടായി അവനെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ അവരെ എല്ലാവരെയും കൊന്ന് പുറത്തു വരും. അടുത്ത നിമിഷം എല്ലാവർക്കും വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് റൈസോ ആണെങ്കിൽ ആ ഒരു വലിയ ബിൽഡിങ്ങിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വരികയാണ്. അവന്റെ കയ്യിൽ മട്സുവിന്റെ സ്ക്വാഡും അതുപോലെ തന്നെ ഹാൻഡ് കഫ് അഴിക്കാനുള്ള ആ കീയും ഉണ്ട്. അതങ്ങനെ രണ്ടും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് അവൻ ആ സെല്ലിലേക്ക് വലിച്ചെറിയും. സ്ക്വാഡാണെങ്കിൽ അവന്റെ അടുത്ത് പോയി കുത്തി നിൽക്കും. ആ ഒരു കീ അതവൻ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാണ്. വാവ്, റൈസോ ശരിക്കും പെർഫെക്റ്റ് ടൈമിംഗ് ഉള്ള ആളാണ്. കറക്റ്റ് സമയത്ത് തന്നെ നീ എനിക്ക് കീ തന്നു എന്ന് പറഞ്ഞ് ആ കീ വെച്ച് ആളിപ്പോ ഹാൻഡ് കഫ് അഴിക്കാനായിട്ട് തുടങ്ങും. സോൾജിയേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും പോവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ സാമുറായി പെണ്ണ് അവളാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവനെ രക്ഷിക്കാൻ ഗുഹയ്ക്ക് നേരെ പാഞ്ഞടുക്കും. അടുത്ത നിമിഷം കവമട്സു അവൻ ആ ഹാൻഡ് കഫ് എല്ലാം അഴിച്ച് ഇപ്പോ ഹോക്കി പവർ ഉപയോഗിച്ച് അവരെ എല്ലാം ഈസി ആയിട്ട് പുറത്തേക്ക് തെറിപ്പിച്ച് കളയാണ്. വാർഡനാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഇത്രയും വർഷങ്ങൾ ആ സെല്ലിലിട്ട് പട്ടിണിക്കിട്ട് ഉപദ്രവിച്ചിട്ടും അവന്റെ പവറിന് യാതൊരു കുറവുമില്ല. കവമട്സുവിന് നേരെ വീണ്ടും സോൾജിയേഴ്സ് പാഞ്ഞടുക്കും. അതിനാളാണെങ്കിൽ ആളുടെ സ്ക്വാഡ് അങ്ങനെ കറക്കി അവരെ വെട്ടി വീശുകയാണ്. അവരെല്ലാം ആയിരക്കണക്കിന് കഷ്ണങ്ങളായി മാറി മഴ പെയ്യും പോലെ താഴേക്ക് അങ്ങനെ വന്നു വീഴും. ഇവിടെ സാമുറായി പെണ്ണ് അത്ഭുതത്തോടു കൂടെ അവനെ ശരിക്കും കാണുകയാണ്. അവന്റെ റിയൽ ഫേസും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീണ്ട 13 വർഷം ആ വൃത്തികെട്ട പോയിസൺ ഫിഷ് കഴിച്ച് ഞാൻ കാത്തിരുന്നത് ഇങ്ങനെയൊരു നിമിഷത്തിന് വേണ്ടിയാണ്. ഇതെന്റെ സമയമാണ്, അത് വന്നെത്തി കഴിഞ്ഞു. വാർഡനാണെങ്കിൽ കലി കയറി ഇപ്പൊ വീണ്ടും സോൾജിയേഴ്സ് കവമട്സുവിന് നേരെ അയക്കുകയാണ്. കവമട്സു ആണെങ്കിൽ 13 വർഷക്കാലമായി ബാഡായിട്ടുള്ള ഫിഷ് കഴിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ നല്ല ഫോഴ്സിൽ ഛർദ്ദിക്കും. ആ ഛർദ്ദി കാണേണ്ട താമസം അവർ വന്ന സ്പീഡിൽ തിരിച്ചോടുകയാണ്. ഇവിടെ ആ പ്രിസണേഴ്സ് ആണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ടും ഇപ്പോഴും ലൂഫിയെ വിടാതെ പിടിക്കും. അതിന് അപ്പാപ്പനാണെങ്കിൽ ലൂഫിയോട് വിളിച്ചു പറയും, ഇനി നീ ഈ ഡ്രാമ അവസാനിപ്പിക്കണം, നിങ്ങൾ ആരാണെന്നുള്ള സത്യം അത് ഇവരെ അറിയിക്കണം, എങ്കിൽ മാത്രമേ ഇവർ നിങ്ങളെ വിശ്വസിക്കൂ. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും അവർ യൂസ് ചെയ്തിരുന്ന മാസ്കും മുഖംമൂടിയും ഒക്കെ തന്നെ അഴിച്ചു കാണിക്കുകയാണ്. ഉടനെ എല്ലാവരും ഇപ്പൊ ലൂഫിയുടെ ദേഹത്ത് നിന്ന് കൈയെടുക്കുകയാണ്. മാസ്ക് കഴിച്ചവരെല്ലാവരും ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് ഒന്ന് നിരന്ന് നിൽക്കും. എല്ലാവരും ഇപ്പൊ അവരെ കണ്ട് ഷോക്കാവുകയാണ്. പക്ഷേ ലൂഫിയെ മാത്രം ഇവിടെയുള്ള പ്രിസണേഴ്സിന് അറിയില്ല. അവർ കൺഫ്യൂസ്ഡായി ലൂഫിയെ തന്നെ നോക്കും. 20 വർഷം മുൻപ് മരിച്ചുപോയെന്ന് കരുതിയവർ തിരികെ വന്നിരിക്കുകയാണ്.
വാർഡനാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഒറോച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. വാർഡനാണെങ്കിൽ എത്രയും വേഗം ഈ കാര്യം കൈഡോയെ അറിയിക്കണമെന്ന് പറഞ്ഞ് അതിനുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്യും. അതേസമയം നമ്മുടെ ആൾക്കാർ അവരെല്ലാവരും അവിടെയുള്ള വില്ലന്മാരെയും പ്രിസണേഴ്സിനെയും തകർക്കാനായിട്ട് അങ്ങനെ സ്റ്റൈലായിട്ട് പോസ് കൊടുത്ത് നിൽക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ വിശ്വസുന്ദരിയും അതുപോലെ തന്നെ സോറോയും കാണിക്കും. അവർ രണ്ടുപേരും ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് നന്നായിട്ട് ഒക്കെ ഹൈഡ് ചെയ്ത് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ മുൻപോട്ടേക്ക് നടക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ദൂരത്തായിട്ട് ആരോ ഒരാൾ പുല്ലാങ്കുഴലൊക്കെ വായിച്ച് കോപ്പോസ്റ്റ് ആയിട്ട് അങ്ങനെ നടന്നു വരും. സോറോയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു സംശയം തോന്നും. അവനും അവന്റെ ഫേസിന്റെ പാതി ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അവനങ്ങനെ പുല്ലാങ്കുഴൽ വായിച്ച് സോറോയുടെ അടുത്തെത്തുമ്പോൾ തന്നെ സോറോയ്ക്ക് അവനൊരു പവർഫുൾ ആയിട്ടുള്ള നിഞ്ചയാണെന്ന് മനസ്സിലാവും. അവന്റെ പവർ സോറോയ്ക്ക് സെൻസ് ചെയ്യാൻ കഴിയും. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് മനസ്സിലാക്കിയ സോറോ അവന്റെ കയ്യിൽ കത്തിയെടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ സുന്ദരിയുടെയും സോറോയുടെ ഇടയിലൂടെ അങ്ങനെ പാസ് ചെയ്യും. അതിനുശേഷം ആ ഓടക്കുഴലിലൂടെ ഒരു നീഡിൽ അങ്ങനെ ആൾക്കാർക്ക് നേരെ തെറിപ്പിക്കുകയാണ്. സോറോ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ നീഡിൽ അങ്ങനെ വെട്ടിയെറിയും. അതിനുശേഷം അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. ഒരു നിഞ്ച ആയതുകൊണ്ട് തന്നെ അവൻ സെക്കൻഡുകൾ കൊണ്ട് അവിടുന്ന് ഇൻവിസിബിളായി മറ്റൊരു ഭാഗത്തേക്ക് മാറുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ആ ഒരു ജയന്റ് കപ്പൽ കാണിക്കുകയാണ്. കപ്പലിന്റെ അകത്ത് നമ്മുടെ ബിഗ് മോം അവൾ ഇപ്പോഴും നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അവരാണെങ്കിൽ ഓൾമോസ്റ്റ് കൈഡോടെ ആ മാൻഷന്റെ അടുത്തേക്ക് എത്താനായി. ക്വീൻ ആണെങ്കിൽ അവളെ തന്നെ നോക്കും. അതിന് ചുറ്റുമുള്ള സോൾജേഴ്സ് പറയും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ആനിമൽസിന് കൊടുക്കുന്ന 100 ഇഞ്ചക്ഷനാണ് അവളുടെ ബോഡിയിൽ കുത്തിക്കയറ്റിയിരിക്കുന്നത്, അതുകൊണ്ട് ഇന്നത്തെ കാലത്തൊന്നും അവൾ കണ്ണ് തുറക്കില്ല. അത് അവർ പറയേണ്ട താമസം ബിഗ് മോം ആണെങ്കിൽ കണ്ണ് തുറക്കുകയാണ്. അവൾ ചുറ്റും നോക്കും. സോൾജിയേഴ്സും ആ ക്വീനും അവളുടെ ചുറ്റും അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അവളാണെങ്കിൽ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ബോഡി മുഴുവൻ വലിയ ചെയിൻ ഉപയോഗിച്ച് വരഞ്ഞ് കെട്ടിയിരിക്കുകയാണ്. ഗായ്സ് ആർ അൺബിലീവബിൾ. ഒരു ലേഡി നിങ്ങളുടെ ഐലാൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുക? എന്നെപ്പോലൊരു ചുന്ദരി പെണ്ണിനോട് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത്? എനിക്ക് എത്രയും വേഗം കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും കൊണ്ടുപോവാ. ക്വീൻ, എനിക്ക് റെഡ് ബീൻ സൂപ്പ് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അല്പം എനിക്കത് കുടിക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് പറയും. ക്വീനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഒരു കാരണവശാലും നിനക്ക് ആ റെഡ് ബീൻ സൂപ്പ് അത് ഞാൻ തരില്ല, അതെനിക്ക് മാത്രം ഉള്ളതാണ്, അതാര് ചോദിച്ചാലും ഞാൻ കൊടുക്കില്ല എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം വീണ്ടും ആണെങ്കിൽ ബോധം കെട്ട് ഉറങ്ങാനായിട്ട് ആരംഭിക്കും. അതേസമയം ഇവിടെ ആ സെല്ല് കാണിക്കും. അവിടെയാണെങ്കിൽ ആ ഒരു വാർഡനും ആളുടെ അസിസ്റ്റൻസ് എല്ലാവരും ചേർന്ന് അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യുകയാണ്. ലൂഫിയും മെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ആ ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ ബുള്ളറ്റ്സ് ആണെങ്കിൽ ലക്ഷ്യം തെറ്റി അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സിന്റെ ദേഹത്ത് അങ്ങനെ തറച്ചു കയറി ആ ഒരു വൈറസ് സ്പ്രെഡ് ആവും. ലൂഫി ആണെങ്കിൽ ആൾക്കൊന്ന് കറക്റ്റായിട്ട് എയിം ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് വൈസ് വാർഡൻ വിളിച്ചു പറയും, എയിം ചെയ്ത് വെടിവെച്ചിട്ട് യാതൊരു കാര്യമില്ല, അച്ചറം പൊച്ചറം നിർത്താതെ ഷൂട്ട് ചെയ്യേ, അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ബോഡിയിലും ആ ഒരു വൈറസ് സ്പ്രെഡ് ആവും. അത് കേട്ട് എല്ലാവരും അറഞ്ചം പുറഞ്ചം വെടിവെക്കും. ഉണ്ടായിരുന്ന പ്രിസണേഴ്സിന്റെ ദേഹത്തെല്ലാം ആ ബുള്ളറ്റ് വന്ന് പതിക്കുകയാണ്. ലൂഫിക്കും ചോപ്പറിനും അത് കണ്ട് കൺട്രോൾ പോവും. ഇത്രയും കാലവും ഒരടിമകളെ പോലെ ഇവിടെ ജീവിക്കുകയായിരുന്നു. മര്യാദയ്ക്ക് ഫുഡോ റിലാക്സിങ് ടൈമോ ഒന്നും കൊടുക്കാതെ അവരെ മൃഗങ്ങളെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തത്. ഇപ്പോൾ യാതൊരു കാരണവുമില്ലാതെ അവരെ മൃഗീയമായിട്ട് കൊല്ലുകയാണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വാർഡനും വൈസ് വാർഡനും ആളുടെ സോൾജിയേഴ്സിന് നേരെ ഓടിയടുക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരെ ചവിട്ടി മെതിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കവമഡ്സും അപ്പാപ്പനും ഗിസോ നിഞ്ചയും അങ്ങനെ എല്ലാവരും അവരെ കൊണ്ട് പറ്റും പോലെ അറ്റാക്ക് ചെയ്ത് ആ വില്ലന്മാരെ എല്ലാവരെയും തകർത്തില്ലാതാക്കും. ഇതാ ഇവിടെ യൂസ്ട്രസ് കിഡും ആ കില്ലറും അവർ രണ്ടുപേരും അവരുടെ ഹാൻഡ് കഫ് അഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കണ്ട റൈസോ ആണെങ്കിൽ അവരുടെ ഹാൻഡ് കഫിന്റെ ആ ഒരു കീ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. കിഡ് ആണെങ്കിൽ ആ കീ എടുത്ത് കില്ലറിനോട് അവന്റെ ഹാൻഡ് ലോക്ക് അത് അൺലോക്ക് ചെയ്യാനായിട്ട് പറയും. അതിന് ആ കില്ലർ ആണെങ്കിൽ ടെററായിട്ട് ചിരിച്ച് കീ അങ്ങനെ കയ്യിലെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.